It's hard to breathe, but that's alright. Hush. ഹലോ ഫ്രണ്ട്സ്, എയർപോർട്സിൻ്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഫുഡ് വീഡിയോ തന്നെയാണ്. എങ്ങനെയാണ് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായി നിങ്ങൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാം. പിന്നെ ഇതിനിടയ്ക്ക് നമ്മുടെ കേക്ക് ടേസ്റ്റ് ചെയ്യാൻ ഒരു അൺഎക്സ്പെക്റ്റഡ് ഗസ്റ്റ് വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ടാലേ അതൊന്ന് മനസ്സിലാവുള്ളൂ. ഇടയ്ക്കൊക്കെ ചിലപ്പോൾ കയറി വരാം, ഇടയ്ക്ക് കണ്ടോളൂ. ഓക്കെ, പിന്നെ വേറെ ഒന്നുമില്ല. പിന്നെ ബ്രോ ഒരു വീഡിയോ ഇട്ടാണ്, നിങ്ങൾ കണ്ടില്ലേ? അതായത് 1,00,000 രൂപയുടെ ഫോൺ, ഫ്ലിപ്പ് ഫോണാണ് ഇട്ടത്. അപ്പോൾ എന്തായാലും ആ വീഡിയോ ഒന്ന് പോയി കണ്ടിട്ട് താഴെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. വേറെ ഒന്നുമില്ല, നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോവാം. അതുപോലെ തന്നെ വീടുകളിൽ ബർത്ത്ഡേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കേക്കൊന്നും മേടിക്കാൻ പോലും. ഇപ്പോൾ ക്വാറന്റൈൻ ആയതുകൊണ്ട് തന്നെ, അതായത് ഫുള്ള് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ പുറത്ത് പോയി കേക്ക് മേടിക്കാനൊക്കെ പോലും, കടകളെല്ലാം ക്ലോസ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബർത്ത്ഡേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കും. ഇപ്പോൾ ഞങ്ങളുടെ ഫാമിലി ഒരു ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു വലിയമ്മയുടെ ബർത്ത്ഡേ ആണ്. അപ്പം ബർത്ത്ഡേക്ക് കേക്ക് പുറത്ത് മേടിക്കാൻ പോലില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത്. അപ്പോൾ വീഡിയോ ആദ്യം പോലെ അവസാനം വരെ കാണി. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഗസ്റ്റ് ഉണ്ടാവും. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കിനി എങ്ങനെയാണ് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. ഇപ്പോൾ നിങ്ങൾ കൂടുതൽ ഇൻഗ്രീഡിയൻസിൻ്റെ പേടിക്കേണ്ട. ഞാൻ പറഞ്ഞ പോലെ തന്നെ വെറും 4 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് ആവശ്യമായിട്ടുള്ളൂ, മെയിൻ ഇൻഗ്രീഡിയൻസ്. ഞാനിപ്പോൾ പറഞ്ഞ ഇത് കണ്ടോ, ഇത് ചോക്ലേറ്റ് സിറപ്പും പിന്നെ ഇത് കുറച്ച് നട്ട്സ് ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്തതാണ്. ഇത് ഓപ്ഷനിലാണ് ഗൈസ്. ഇത് നമ്മൾ ജസ്റ്റ് അവസാന ഡിസ്പ്ലേയിൽ വയ്ക്കുമ്പോൾ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ്. ബാക്കി ഇത് 4 മാത്രമാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ്. അതായത് ബിസ്ക്കറ്റ്സ്, പിന്നെ ബേക്കിംഗ് പൗഡർ, ഇത് ബേക്കിംഗ് സോഡയാണ്, പിന്നെ മിൽക്ക് ഇത്ര വേണ്ട കൈസ്, ഇപ്പോൾ കാണിക്കാൻ വേണ്ടി എടുത്താണ്. ഓക്കെ, കുറച്ച് മിൽക്ക് മാത്രം മതി. നിങ്ങൾ അളവനുസരിച്ചേക്കാം. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് നോക്കാം. ഫ്രണ്ട്സ്, ബിസ്ക്കറ്റ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് അതായത് 3 പാക്കറ്റ് ഒറിയോയുടെ ബിസ്ക്കറ്റും പിന്നെ 2 പാക്കറ്റ് സാധാ ബിസ്ക്കറ്റ്സുമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ചോക്ലേറ്റ് കേക്കല്ലേ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ചോക്ലേറ്റ് ബിസ്ക്കറ്റ്സ് തന്നെ എടുക്കാൻ ശ്രമിക്കും. പിന്നെ ഇതിനകത്തുള്ള ക്രീം ഒഴിവാക്കുക കേട്ടോ. അപ്പോൾ ചോക്ലേറ്റ് ബിസ്ക്കറ്റ്സിനെ എടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഞാനിപ്പോൾ വേറെ ഇത് ഓപ്ഷനാണ് ഈ സംഭവം. ഈ ബിസ്ക്കറ്റ് ഞാനിപ്പം കൂടെ ജസ്റ്റ് ആഡ് ചെയ്താണ്. മാക്സിമം ചോക്ലേറ്റിന് എടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, ചോക്ലേറ്റിൽ എല്ലാവർക്കും കിട്ടും. പിന്നെ ഒറിയോയുടെ ബിസ്ക്കറ്റ് എടുത്താൽ വെച്ചാൽ ഒറിയോ ആണ് കൂടുതൽ കുട്ടികൾ കഴിക്കുന്നത്. എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒറിയോ ആണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആ ബിസ്ക്കറ്റിൻ്റെ ക്രീം, ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ക്രീം മാറ്റിയിട്ട് നമ്മൾ ആ ബിസ്ക്കറ്റ് ഇട്ടിട്ടുണ്ട്. കുറച്ച് 2 പീസായിട്ടാണ് ഇട്ടത്. പിന്നെ നമ്മൾ ഓപ്ഷനിലായിട്ട് എടുത്ത് ആ ബിസ്ക്കറ്റ് ഇട്ടിട്ടുണ്ട്. കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ മറ്റേ ബിസ്ക്കറ്റ് ആഡ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ അതുപോലെ ആഡ് ചെയ്യുന്നെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെ ഫുള്ള് തന്നെ ചോക്ലേറ്റ് എടുക്കുന്നെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ നമുക്കിനി നന്നായിട്ട് മിക്സിയിലിട്ട് 1 മിനിറ്റ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായി ബ്ലെൻഡ് ചെയ്ത് 1 മിനിറ്റ് നിങ്ങൾ ബ്ലെൻഡ് ചെയ്യണം. അതിനുശേഷം നമ്മൾ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ മിൽക്ക് ആഡ് ചെയ്യാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഇത്രയും മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നേരത്തെ പാല് വീത്തിയതിന് ശേഷം നന്നായിട്ടൊന്ന് ഇതൊന്ന് മിക്സ് ചെയ്യുകയാണ്. നമ്മൾ ഈ പാലിൻ്റെ അളവ് കൈസ് മിക്സ് ചെയ്യുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ജസ്റ്റ് ഒരു, ഞാൻ പറഞ്ഞില്ല, ഒരു എന്താണ് സെമി ലിക്വിഡ് അതുപോലെ ഇരിക്കണം സംഭവം. അപ്പോൾ അതായെന്ന് തോന്നുന്നു, കുറച്ചും കൂടെ മിൽക്ക് ആഡ് ചെയ്യണമെന്ന് തോന്നുന്നു. അപ്പം കുറച്ചും കൂടെ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത്രയും മതി ഗൈസ്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ബ്ലെൻഡർ ഉള്ളവരാണെങ്കിൽ, ബീറ്റർ ഉള്ളവരാണെങ്കിൽ ബീറ്റർ വെച്ച് ചെയ്യുക. അല്ല ബീറ്റർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നോ പ്രോബ്ലം മിക്സിയിലിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത് മിക്സിയിലിട്ട് ഒരു 30 സെക്കൻഡ്സ് ഒന്നുകൂടെ ഒന്ന് നല്ലൊരു ബ്ലെൻഡ് ചെയ്യാൻ പോകും. അപ്പോൾ നമ്മളിത് മിക്സിയിലിട്ട് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പാൽ ഇതിൽ ഒന്നുകൂടെ ആഡ് ചെയ്യണോ വേണ്ടയോ നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ ഒരു പരുവം അനുസരിച്ചാണ് നമ്മൾ പാല് ആഡ് ചെയ്യുന്നത്. പാൽ കുറച്ചും കൂടെ വേണം കൈസ്. അപ്പം കുറച്ചും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. 1 സ്പൂൺ 2-3 സ്പൂൺ മതി. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റേജ് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഓരോ സ്റ്റേജിലും എത്ര വേണമെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പം അങ്ങനെ ആഡ് ചെയ്യണം. ഓക്കെ, മതി, ഇത്രയും മതി. ഇതുപോലെ കിട്ടണം. ഓക്കെ, അതായത് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇത് ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1/4 അതായത് 1/4 ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഈ കേക്കിൻ്റെ ഈ ഒരു കൂട്ടിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് വേണം ഇത് ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ 1/4 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്നത് ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് 1/2 ടേബിൾ സ്പൂൺ വേണം ബേക്കിംഗ് പൗഡർ. അപ്പോൾ 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിനി നേരെ ഇത് കുക്കറിലോട്ട് വയ്ക്കാൻ പോകുന്നതാണ്. അപ്പോൾ നേരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കളർ ഈ ഒരു ബ്രൗണിഷ് കളർ ഒന്നുകൂടെ തിരിച്ച് കിട്ടാൻ വേണ്ടി നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഗൈസ്, ഇന്ന് നമ്മുടെ ഇപ്പോൾ ക്വാറന്റൈനൊക്കെ അല്ലേ, ക്വാറന്റൈനൊക്കെ ആകുമ്പോഴത്തേക്ക് ബർത്ത്ഡേ ഒക്കെ വരുമ്പോഴത്തേക്ക് കേക്കൊന്നും മേടിക്കാൻ പോകാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ
വരുമ്പോഴത്തേക്കും ഒന്നുകൊണ്ട് പേടിക്കണം, നൈസിൽ വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മിക്സ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ നേരത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്തൊക്കെ ആഡ് ചെയ്ത് എല്ലാം ചെയ്തിപ്പോൾ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം നമ്മളിത് ഒരു കുക്കർ എടുത്തിട്ട്, പ്രഷർ കുക്കർ എടുത്തിട്ട് അതിനകത്ത് ആഡ് ചെയ്യുക. ചെറിയൊരു പ്രഷർ കുക്കറാണ് വേണ്ടത്. ഞാനിപ്പോൾ കാണിച്ചു തരാം എത്ര വേണം. അതുകൊണ്ട് ഈ ഒരു സൈസിലുള്ള പ്രഷർ കുക്കറാണ് ആഡ് ചെയ്തിട്ടുണ്ട്. ആഡ് ചെയ്ത് എടുത്തതിന് ശേഷം നല്ലതുപോലെ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക, ബട്ടർ എല്ലാ സൈഡിലും ഒന്ന് ബ്രഷ് വെച്ച് നല്ലതായിട്ടൊന്ന് തൂത്ത് കൊടുക്കുക. നമ്മൾ ബട്ടർ പേപ്പർ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്, അതായത് സാൻഡ്വിച്ച് പേപ്പറിനകത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് വെക്കുക. പിന്നെ ബട്ടർ ഇടുക. ബട്ടറിന് ശേഷം ഒന്നും കൂടെ സാൻഡ്വിച്ച് പേപ്പറിൻ്റെ മുകളിലും ഒന്ന് തൂത്ത് കൊടുക്കുക ബട്ടർ ഇട്ടിട്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ചോക്ലേറ്റിൻ്റെ ആ ഒരു മിക്സ്ചർ ഇതിനകത്തോട്ട് വീതി കൊടുക്കുക. വീതി കൊടുക്കുകയാണ്, ഫുള്ളായിട്ട് വീതി കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് പേരുള്ളൂ, അതുകൊണ്ട് കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് സാധനമുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചാൽ മിക്സർ വീത്തിയതിന് ശേഷം നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്യുക. ഷേക്ക് ചെയ്ത് ഒരു മനസ്സിലായി നല്ലൊരു ഷേപ്പിലാക്കി എടുക്കുക. ആക്കിയതിന് ശേഷം നമ്മൾ ഒരു തവ, അതായത് ദോശത്തവൻ എടുത്തിരിക്കുന്നത്, അത് ചൂടാക്കിയതിന് ശേഷം സ്റ്റൗവിൽ വെച്ച് നേരത്തെ ചൂടാക്കിയതിന് ശേഷം ഈ പ്രഷർ കുക്കർ അതിനകത്തോട്ട് വെച്ചതിന് ശേഷം നമ്മൾ അടപ്പ് വെച്ചിട്ട് അടച്ച്, പിന്നെ ഫ്ലെയിം നല്ല സിമ്മിലിടുക, കുറച്ചിടുക, നല്ലതായിട്ട് കുറച്ചിടുക. ഏറ്റവും ഡിമ്മിലിട്ട് ചെയ്യുക. 40 മിനിറ്റ് ഇനി നമുക്കിങ്ങനെ വെച്ചേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇത് സ്റ്റൗവിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട്. അതായത് 40 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം 40 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്റ്റൗവിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം എന്തായാലും. അയ്യോ, സാധനം റെഡിയല്ലോ. ഇതെന്തൊരു ഓട്ട, നമ്മൾ നേരത്തെ ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കിയാണ് ഗൈസ്. ഇത് വെച്ച് കുത്തി നോക്കിയത് റെഡിയായിരുന്നു. അപ്പോൾ നിങ്ങൾ അപ്പോഴെപ്പോഴും നോക്കുക കേട്ടോ. ഇങ്ങനെ കുത്തി നോക്കുമ്പോൾ സോഫ്റ്റ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾ തിരിച്ചെടുക്കാവൂ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. 40 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം. തണുത്താൽ മാത്രമേ അടിയിൽ നിന്ന് ഇളകി വരത്തുള്ളൂ. അപ്പോൾ ഒരു 5 മിനിറ്റ്, ഒരു 5 മിനിറ്റ്സ് നമുക്ക് വെച്ചേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ 5 മിനിറ്റ് ഇപ്പോൾ തണുക്കാൻ വെച്ചതിന് ശേഷം, അതായത് സ്റ്റൗവിൽ നിന്ന് ഇറക്കി തണുക്കാൻ വെച്ചതിന് ശേഷം നമ്മളിപ്പോൾ ഇത് സെർവ് ചെയ്യാൻ പോകുന്നത് പ്ലേറ്റിലോട്ട് തട്ടാൻ പോവുകയാണ്. പ്ലേറ്റിലോട്ട് തട്ടുമ്പോൾ ഇത് കറക്റ്റായിട്ട് ഇളകി വന്നാലേ നമ്മൾ വിജയിക്കുകയുള്ളൂ, നമ്മുടെ ടാസ്ക് പൂർത്തിയുള്ളൂ. അപ്പോൾ നമുക്ക് ക്രോസ് ചെയ്തതിന് ശേഷം തട്ടി നോക്കാൻ വരുന്നു. തട്ടിയിട്ടുണ്ട്. കറക്റ്റ് ഇളകി വന്നു ഗൈസ്. അപ്പോൾ നമ്മൾ വിജയിച്ചിരിക്കുന്നു. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഈ സാൻഡ്വിച്ച് പേപ്പർ ഒന്ന് ഇളക്കാം. നൈസായിട്ടൊന്ന് സാൻഡ്വിച്ച് പേപ്പർ ഇളക്കാം. സൂക്ഷിച്ചൊക്കെ ഇളക്കണം കേട്ടോ ഗൈസ്. നന്നായിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് എടുക്കാം. ഇപ്പം നട്ട്സുകൾ ഇതിൻ്റെ പുറത്തൊന്ന് ഇട്ട് നന്നായിട്ടൊന്ന് ഗാർണിഷ് ചെയ്യണം. നട്ട്സൊക്കെ ഞാൻ പറഞ്ഞു, ഇതൊക്കെ ഓപ്ഷനാണ് ഗൈസ്. നിങ്ങൾക്ക് സംഭവമൊന്നും ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കുക, അതാണ് എൻ്റെ പ്രത്യേകത. നോ മൈക്രോവേവ്, നോ എഗ്സ്, നത്തിങ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളുടെ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞ പോലെ ഗസ്റ്റിനെ കൊണ്ടുവന്നിട്ട്, ഗസ്റ്റിൻ്റെ ഇരിപ്പുണ്ട്, ഗസ്റ്റിനെ കാണിച്ചു തരാം. കട്ട് ചെയ്ത് ഞാൻ കഴിക്കേണ്ടത് കാണിച്ചു തരാം. ഓക്കെ, ഒരു പീസ് നമ്മൾ എടുത്തിട്ടുണ്ട് കട്ട് ചെയ്തിട്ട്. സൂപ്പർ ടേസ്റ്റാണ് കഴിച്ചു. കാണിച്ചോ, കടയിൽ നിന്ന് മേടിക്കുന്നതന്നെ നല്ല സ്മൂത്താണ് സാധനം. എടുത്തപ്പോൾ ഒരു ഒറ്റ കട്ടി തന്നെ സാധനം വന്നിട്ടുണ്ട്, നല്ല സ്മൂത്താണ്. ഇനി നമ്മൾ ഗസ്റ്റ് വിളിക്കും. ഗസ്റ്റ് കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. ഗസ്റ്റ് കമോൺ, ഗസ്റ്റ് എത്തിയിട്ടുണ്ട്. തരാം തരാം, എന്താ വേണോ? കുറേ സമയം എടുക്കും, പതിയെ കഴിക്കുമ്പോൾ നമുക്കിങ്ങനെ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് വീഡിയോ എൻഡ് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ ഈ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് കേക്ക് സജസ്റ്റ് ചെയ്ത നമ്മുടെ ഫ്രണ്ടാണ്. അപ്പോൾ ഫ്രണ്ടിൻ്റെ പേര് പറഞ്ഞിട്ട് പേര് പറയണ്ട. അപ്പോൾ എന്തായാലും അവൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അക്കൗണ്ട് ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും അവൻ്റെ അക്കൗണ്ട് പോയി നേരെ ഫോളോ ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളുടെ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മറ്റൊരു വീഡിയോയുമായി എൻ്റെ ബ്രോ റിസോം വരുന്നവർക്ക് ഇറ്റ്സ് മീ ആഷിഖ് സൈനിങ് ഔട്ട് ഫ്രം മൈ ബ്രദേഴ്സ് ബേബി.